ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവായ യേശുരാന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്ന ഓശാന പെരുന്നാളിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. കർത്താവിന് സ്തുതിഗീതങ്ങൾ മുഴക്കിയും ഓശാനങ്ങൾ പാടിയും വൃദ്ധജനങ്ങളും സ്ത്രീ പുരുഷന്മാരും യുവതി യുവാക്കളും കുഞ്ഞുങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ശാന്തമായി ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൃഗമുണ്ട്. അതൊരു കഴുതയാണ്. ആ കഴുതയെ സംബന്ധിച്ചിടത്തോളം ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ഉത്സവമാണ് ഈ ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. നിന്ദിനെന്നും മഹത്വമില്ലാത്തവനെന്നും മുദ്ര കുത്തപ്പെട്ട ഒരു മൃഗം. ന്യായപ്രമാണത്തിൽ പോലും അശുദ്ധമായിട്ടൊരു മൃഗമായിട്ടാണ് കഴുതയെ ചിത്രീകരിച്ചിരിക്കുന്നത്. യാഗമർപ്പിക്കപ്പെടുവാൻ പോലും യോഗ്യതയില്ലാതെ ഭാരം ചുമക്കുവാനും യാത്രാ ആവശ്യങ്ങൾക്കും നിലമുഴുതു മറിച്ചിടുവാൻ വേണ്ടി മാത്രം മാറ്റി നിർത്തപ്പെട്ട ഒരു ജീവിതം. അശുദ്ധമായൊരു മൃഗമെന്നുള്ള നിലയിൽ എല്ലാവരാലും പുച്ഛിക്കപ്പെട്ട ഒരു മൃഗമാണിത്. നമ്മുടെ കർത്താവായ യേശുരാൻ പോലും ഈ ലോകത്തിൽ സഞ്ചരിക്കുവാൻ തിരഞ്ഞെടുത്ത ഏക മൃഗം ഈ നിന്ദ്യമായ കഴുത തന്നെയാണ്. നിന്ദ്യമായ കഴുത നിർമ്മലനായ ക്രിസ്തുവിനെ വഹിച്ചപ്പോൾ യെരുശലേം നഗരമൊട്ടാകെ സന്തോഷത്തിന്റെ ഒരു നഗരമായി തീരുകയാണ്. എബ്രായ ജനങ്ങൾ ക്രിസ്തുവിന്റെ വിനയത്തെ ആദരിക്കുന്നു. കുഞ്ഞുങ്ങൾ പൂക്കൾ കൊണ്ട് മഹത്വം പാടുന്നു. വൃദ്ധന്മാർ വൃക്ഷതലാദികൾ ഏന്തിക്കൊണ്ട് ക്രിസ്തുവിനെ ഘോഷിക്കുന്നു. സ്ത്രീകൾ സന്തോഷത്തോടെ കുരുത്തോലകൾ ഏന്തുന്നു. യുവതി യുവാക്കൾ ആശ്ചര്യത്തോടെ അത്യുന്നതന് വഴിയൊരുക്കുന്നു. ക്രിസ്തുവിനെ വഹിച്ചതായ ഈ കഴുത നിന്യാവസ്ഥയെന്ന വന്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി ചെല്ലുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആഘോഷ തിമിർപ്പുകളിലും പുകഴ്ചകളും സ്വയം മതിമറക്കാതെ ക്രിസ്തുവിനെ വഹിക്കുമ്പോൾ യെരുശലേമിന്റെ കവാടം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നുവെന്ന് ശാന്തമായി വിനീതനായി ഈ കഴുത നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധനായ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ യെരുശലേമിലേക്കുള്ള സമാധാന നിർണയത്തിനുള്ള സൂചനയായി കർത്താവ് ഈ കഴുതപ്പുറത്ത് കയറുവാൻ വേണ്ടിയായിരുന്നു കർത്താവിന് ഇതിനെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എല്ലാവരും നിന്ദിക്കപ്പെടുമ്പോഴും പുച്ഛിക്കപ്പെടുമ്പോഴും തള്ളിക്കളയപ്പെടുമ്പോഴും മാറ്റി നിർത്തപ്പെടുമ്പോഴും നമ്മെക്കൊണ്ട് ക്രിസ്തുവിനൊരാവശ്യമുണ്ടെന്ന് നാം ഓർക്കണം. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. സ്വാതന്ത്ര്യത്തിൻ്റെ, സമാധാന സന്ദേശത്തിൻ്റെ, വലിയ കൂട്ടായ്മയുടെ കടന്നുപോക്കലിൻ്റെ ആഘോഷത്തിൽ ജീവിതം കൊണ്ട് ഒരു കഴുതയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് താതാത്മ്യപ്പെടാം. ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.